എല്ലാം സ്വന്തം പോക്കറ്റിലാക്കാൻ നോക്കുന്ന മന്ത്രിയെയും മന്ത്രിക്കൂട്ടങ്ങളെയും കുത്തിനു പിടിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെയാണ് ഇന്ന് കാണാൻ സാധിച്ചത്. ഇന്നലത്തെ അടിയന്തര പ്രമേയത്തിൽ ഭരണപക്ഷം സ്കോർ ചെയ്തു എന്ന് പറയുന്ന മാധ്യമങ്ങളുടെ പോലും വായടപ്പിക്കുന്ന തരത്തിൽ സകലരെയും എടുത്തു കുടയുകയായിരുന്നു വി.ഡി. സതീശൻ. കേരളം നമ്പർ 1 എന്ന് നാഴികക്ക് 40 വട്ടം പറയുന്ന പിണറായി സർക്കാരിനോട് അത് നിങ്ങൾ ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തുണ്ടാക്കിയതല്ല, കാലാകാലങ്ങളായിട്ട് ഈ നാട് മുഴുവൻ ഒറ്റക്കെട്ടായി ചേർന്നുകൊണ്ട് പടുത്തുയർത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് സകല ഇടതുപക്ഷ മന്ത്രിമാരെയും ഒറ്റ വെട്ടിന് തീർക്കുന്ന സതീശനെയുമാണ് ഇന്ന് സഭയിൽ കാണാൻ സാധിച്ചത്. ആ വീഡിയോ ഒന്ന് കാണാം. 10 കൊല്ലം മുമ്പ് നിങ്ങൾ ഓരോ വകുപ്പിലെടുത്ത് നോക്ക്. 10 കൊല്ലം മുമ്പ് ഓരോ വകുപ്പിലെ അലോക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ അലോക്കേഷനായിട്ട് താരതമ്യമുണ്ടോ? നാച്ചുറാലിന്റെ ഗവൺമെന്റുമായിട്ട് നിങ്ങൾ താരതമ്യപ്പെടുത്ത്. ഹെൽത്തിൽ അലോക്കേഷൻ എന്തായിരുന്നു? അതിനേക്കാൾ കൂടുതലായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ അലോക്കേഷൻ. അതിനേക്കാൾ കൂടുതലായിരുന്നു പിണറായി സർക്കാർ വരുമ്പോൾ. എല്ലാ കാലത്തിന്റെ മരുന്നിന് ഇത്രയും ചെലവാക്കി. 10 കൊല്ലം മുമ്പ് മരുന്നിന് ഈ വിലയാണോ? മരുന്നിന് ഈ വിലയാണോ? മരുന്നിന് ഈ വിലയാണോ കൊടുക്കുന്നത്? അരിക്ക് ഈ വിലയാണോ? വെളിച്ചെണ്ണയ്ക്ക് ഈ വിലയാണോ? 10 കൊല്ലം മുമ്പ് 60 രൂപയുള്ള വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ എത്ര? 450 രൂപയാണ് വെളിച്ചെണ്ണയ്ക്ക്. അരിക്ക് ഇത്രയും വില ഉണ്ടായില്ലല്ലോ, പഞ്ചസാരയ്ക്ക് ഇത്രയും വില ഉണ്ടായില്ല. ഇതാണ് കണക്ക്. എല്ലാം പഴയ ഗവൺമെന്റുമായി താരതമ്യപ്പെടുത്തിയിട്ട് കണക്ക് പറയുകയാണ്. ഏത് ചില സ്ഥലത്ത് പെർസെന്റേജ് പറയും ബുദ്ധിപൂർവ്വം, ചില സ്ഥലത്തെ ആക്ച്വൽസ് പറയും. ആ ഒരു പ്രതിരോധം എന്ന് പറയുന്നത് ദുർബലമായ പ്രതിരോധമാണ്. കേരളം നേരിടുന്ന ഗൗരവമായ, ഞങ്ങൾ പറഞ്ഞെന്താ, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് പറയാൻ കാര്യം. ഇവിടെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു സബ്മിഷൻ ഇവിടെ വായിച്ചു, ബഹുമാനപ്പെട്ട നമ്മുടെ കോന്നി അംഗം വായിച്ചു. ഇതെന്താണെന്നറിയാമോ? അതുകൂടി പറഞ്ഞുതരാം. ഞങ്ങൾ ഇതുപോലത്തെ സ്തുതിപാഠക സംഘമായിരുന്നില്ല. ഞങ്ങളൊക്കെ ഭരണകക്ഷിയിൽ ഇരിക്കുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ്റെ ഒരു ടെൻഡർ എല്ലാ സപ്ലയേഴ്സും കൂടി കാർട്ടൽ രൂപീകരിച്ച് അതിൽ പങ്കെടുക്കേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം മരുന്നിൻ്റെ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഷർ ആ ഗവൺമെന്റിന്റെ മീതെ ചെലുത്തിയതാണ് 2014. അപ്പോൾ മരുന്നിൻ്റെ ഡിലേ വന്നു. അത് റീടെൻഡർ ചെയ്തപ്പോൾ രണ്ടാമത് റീടെൻഡർ ചെയ്ത് അവരുടെ കയ്യിൽ നിന്ന് വീണ്ടും സപ്ലൈസിൽ നിന്ന് സാധനം മേടിക്കാനുള്ള ഒരു ഡിലേ വന്നു. ആ ഡിലേ കൂടുതലാകരുത് എന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ ഞാൻ ശ്രദ്ധപ്പെടുത്തി. ഗവൺമെന്റ് അപ്പോൾ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ സ്ഥലത്തും എവിടെയൊക്കെയാണ് നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന്, കാരുണ്യ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എല്ലായിടത്തും ലോക്കൽ പർച്ചേസ് നടത്താൻ. ഒരു സ്ഥലത്തും മരുന്നിന്റെ ഒരു ക്ഷാമം ഉണ്ടായില്ല. മന്ത്രി ശിവകുമാർ ഇവിടെ കൊടുത്ത മനോഹരമായ മറുപടിയുണ്ട്, എനിക്ക് തന്ന മറുപടിയുണ്ട്. എടുത്തിരിക്കുന്ന ഓരോ സ്റ്റെപ്പിനെ കുറിച്ചും, കൃത്യമായ സ്റ്റെപ്പിനെ കുറിച്ചും, ഒരു സാധനത്തിന് പോലും എന്തിനൊക്കെയാണ് ക്ഷാമം എന്ന് പറഞ്ഞാൽ ആ ക്ഷാമം ഉള്ള കാര്യങ്ങൾ ലോക്കൽ പർച്ചേസ് നടത്താൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത് ലോക്കൽ പർച്ചേസ് നടത്തിയാൽ നമ്മുടെ ആശുപത്രി വികസന ഫണ്ടിലെ പണം മുഴുവൻ ഇല്ലാതാവും. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ടെൻഡർ പ്രൊസീജിയർ മുന്നോട്ട് കൊണ്ടുവന്ന്. ഇപ്പം ആ ടെൻഷനില്ല. ആശുപത്രി വികസന ഫണ്ടിൽ 5 പൈസ ഇല്ല. കാരണം കാരുണ്യയുടെ പൈസ കൊടുത്തിട്ടില്ല, ഒരു പൈസ ഇല്ല. ഒരു വികസന സമിതിയിൽ ഒരു നയാ പൈസ ഇല്ല ഇപ്പം. അപ്പം അത് ഒരു ഭരണക്രമത്തിലെ ഒരു നടപടിക്രമത്തിൽ ഡിലേ വരുത്താതിരിക്കാൻ വേണ്ടി ഒരു അംഗം. ഞങ്ങൾക്ക് ഇതല്ലായിരുന്നു. ഇപ്പം നിങ്ങൾ ചെയ്ത പണിയല്ല ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. നല്ല മറുപടിയും തന്നു. അദ്ദേഹം സമയബന്ധിതമായിട്ടുള്ളൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചു. ആ സമയബന്ധിതമായി തന്നെ എല്ലാ സ്ഥലത്തും മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന്റെ ടെൻഡർ വഴി തന്നെ മരുന്നെത്തിച്ചു. അങ്ങ് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയതിന് ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുകയാണ്. സർ, ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടുകൾ കുറവാണെന്ന്. ഈ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് ഫണ്ടുകളിൽ വരുന്ന തുക എന്ന് പറയുന്നത് അവിടെ വരുന്ന രോഗികൾ കൊടുക്കുന്ന തുകയായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണ് ഈ രോഗികളുടെ എണ്ണം കുറയുമ്പോഴാണുള്ള തുക കുറയുന്നത്. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായില്ല. ഞാൻ പറയാം ആ തുക ഇപ്പം ഇല്ല. കാരണം പൈസ ചെലവാക്കാനില്ല. കാരുണ്യ പദ്ധതി അടക്കം എത്ര കോടി രൂപയാണ് ഗവൺമെന്റ് കൊടുക്കാനുള്ളത്? ആശുപത്രികൾക്ക്, സ്വകാര്യ ആശുപത്രികൾക്ക്, സർക്കാർ ആശുപത്രികൾക്കും കൊടുക്കാനുള്ളത് കോടിക്കണക്കിന് രൂപ, ഏകദേശം 1800-നും 2000 കോടി രൂപ വരും. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് കൃത്യമായി പണം കൊടുക്കാത്തതുകൊണ്ടാണ് അവർ സപ്ലൈ ഡിലേ ചെയ്തത്. പല സ്ഥലത്തും മരുന്നിന്റെ ഡെഫിഷ്യൻസി വന്നു. ഞങ്ങൾ പറയണ്ടേ? ഞങ്ങളുടെ ഗവൺമെന്റ് ഇരിക്കുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വന്ന ഞങ്ങളൊക്കെ സാധാരണക്കാരെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ഈ ഹൗസിൽ വരുന്നത്. അവിടെ ആശുപത്രിയിൽ മരുന്നില്ലെങ്കിൽ ജനപ്രതിനിധികളെ വിളിച്ച് ഫോണിൽ പറയും ആശുപത്രിയിൽ ഇന്ന മരുന്നില്ല. അപ്പം ഞങ്ങൾ അന്വേഷിക്കും. ഞങ്ങൾ അന്വേഷിച്ച് DMOയെ വിളിക്കും, DHSനെ വിളിക്കും, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ വിളിക്കും. എന്താ കാരണം എന്ന് ചോദിക്കും. അങ്ങനെയാണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത്. ജനങ്ങളോടൊപ്പം ആണ് ജനപ്രതിനിധികൾ ചെയ്യുന്നത്. സാറേ, ആരോഗ്യ കേരളത്തിലെ ആരാണ് പരാതി പറഞ്ഞത്? ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് വന്നത്, ഇടതുപക്ഷ സഹയാത്രികൻ. കഴിഞ്ഞ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഇട്ട പോസ്റ്റ് മുഴുവൻ നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. എന്നിട്ടാണ് അദ്ദേഹം വന്നു. രാഷ്ട്രീയമല്ലല്ലോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമുണ്ടോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്പീക്കർ സമയക്കുറവുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം നീട്ടിക്കൊണ്ടുവന്നത് അനൗചിത്യമാണ്. ഞാൻ പെട്ടെന്ന് ചുരുക്കാം, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചു. സാർ, അങ്ങ് ആ സബ്മിഷനിൽ പറഞ്ഞത് HDS ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ആശുപത്രികളിൽ താൽക്കാലികമായി നേഴ്സുമാർക്കും മറ്റാളുകൾക്കുമെല്ലാം കൊടുക്കുകയാണ്. ആവശ്യത്തിന് ജീവനക്കാരില്ല. അതുകൊണ്ടാണ് ആ ഫണ്ട് പോലും ഉപയോഗിക്കാൻ കഴിയാത്ത സ്ഥിതി. അങ്ങ് ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് നമുക്കറിയാം.
വലിയ നിലയിൽ മാഫിയ, മരുന്നു മാഫിയ മന്ത്രിയുടെ ബന്ധുക്കളെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടു പോകുന്നു എന്നെല്ലാം പറഞ്ഞുള്ള ആരോപണങ്ങൾ ഉയർന്നു. 15 കോടി രൂപ വാങ്ങി എന്നൊക്കെ ആരോപണങ്ങൾ വരുന്നു. ആ ഘട്ടത്തിലാണ് അങ്ങ് പറഞ്ഞത്. ഞാനത് ഉദ്ധരിക്കാൻ കാരണം ആ കാലത്തെ അവസ്ഥ അങ്ങ് തന്നെ പറഞ്ഞത് വെച്ചാണ്. സാർ, ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ട് അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കരുത്. സാർ, അദ്ദേഹം ഇപ്പോൾ ഉന്നയിച്ച ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആരോപണം അങ്ങ് രേഖകളിൽ നിന്ന് നീക്കം ചെയ്യണം. തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ചോദ്യം ചോദിക്കാൻ നമ്മൾ അനുമതി കൊടുത്തപ്പോൾ ഇതിനു മുൻപ് ഈ സഭയിൽ ഉണ്ടാകാതിരുന്ന ആരോഗ്യമന്ത്രിയെ കുറിച്ച് വളരെ മോശമായ ഇത് നടത്തിയത് ഒരു അംഗത്തിന് ചോദിച്ചതല്ല, തെറ്റാണ്. അങ്ങ് കിട്ടിയ അവസരം തെറ്റായിട്ട് ഉപയോഗിച്ചു. സാർ, അവിടെ പറഞ്ഞിരിക്കുന്നത് ആശുപത്രി വികസന ഫണ്ടിലെ പണം താൽക്കാലിക ജീവനക്കാർക്ക് കൊടുക്കാനും നഴ്സുമാരെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ആ നഴ്സുമാരെ വെക്കാനും പാരാമെഡിക്കൽ സ്റ്റാഫിനൊക്കെ എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ വെക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് സാധാരണ ആ ഫണ്ട് ഉപയോഗിക്കുന്നത്. നന്നായി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ്. സാർ, ഇവിടെയുള്ള ഗൗരവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആശുപത്രികളിൽ ഉപകരണങ്ങളില്ല, ആശുപത്രികളിൽ മരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറി പറഞ്ഞ ഒരാൾ, എൻ്റെ സ്നേഹിതൻ, പഞ്ഞി വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. കോട്ടൺ പഞ്ഞി, ഞാൻ തെളിവ് തരാം. കോട്ടൺ വാങ്ങിച്ചുകൊണ്ട് വന്നു, പുറത്തുനിന്ന് കോട്ടൺ മേടിക്കേണ്ടി വന്നു, സൂചി വാങ്ങിക്കേണ്ടി വന്നു. പല സ്ഥലത്തും ഒരു കാര്യമില്ല. ഇന്നിപ്പോ ഒരു രാവിലെ റിപ്പോർട്ട് കളമശ്ശേരിയിൽ നിന്നും തോളിലെ ഒരു ഞരമ്പിന് പ്രശ്നമാണ്, അതിന് കീ ഹോൾ സർജറി ചെയ്യണം, 90,000 രൂപ കൊടുക്കാൻ പറയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ. സാധത്ത് ഇടപെട്ട് അവിടുത്തെ സൂപ്രണ്ടിനെ വിളിച്ചു, പേഷ്യന്റിനെ അങ്ങോട്ട് പറഞ്ഞുവിടാൻ പറഞ്ഞു. ഒരു തോളലിലെ ഒരു ഞരമ്പിന് കീ ഹോൾ ചെയ്യാൻ അവിടെ ചെല്ലുന്ന പേഷ്യന്റ് 90,000 രൂപ കൊടുക്കണമെങ്കിൽ പിന്നെ എന്തിനാ സാർ സർക്കാർ ആശുപത്രി പോണ്? ഞങ്ങൾ സർക്കാർ സംവിധാനം കൂടുതൽ മെച്ചപ്പെടുത്തണം, സർക്കാർ ആശുപത്രികൾ ശ്രദ്ധിക്കണം.